സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറുനാടൻ മലയാളിയുടെ ഷാനിസ് സ്കറിയയും അതേപോലെ തന്നെ മാത്യു സാമുവലും തെഹൽക്ക മാത്യു സാമുവലും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളാണ് എടുത്തിട്ടത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം മാത്യു സാമുവലിൻ്റെയും ഷാനിസ് സ്കറിയയുമായും വളരെ അടുത്ത ആത്മബന്ധം സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. മാത്യു സാമുവലായിട്ട് ബന്ധം ഞാൻ വിച്ഛേദിച്ചു കഴിഞ്ഞു. എന്നാൽ തന്നെയും ചില കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നുണ്ട്. 2021 ഞാൻ ഈ നവമാധ്യമ രംഗത്ത് ഒന്ന് സജീവമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ചാനലിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വർക്ക്. അങ്ങനെ ഞാൻ അവിടെ എഡിറ്ററായിട്ടാണ് കയറുന്നത്. പക്ഷേ ഞാൻ സ്റ്റോറികൾ ചെയ്തു തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്താണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായിട്ട് ഷാനിസ് സ്കറിയയുടെ നമ്പർ സംഘടിപ്പിക്കുകയും അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് എൻ്റെ 1-2 വീഡിയോകൾ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഞാൻ കേശവദാസപുരത്താണ് അന്ന്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മാനേജർ ബിജുചേട്ടൻ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഷാൻ ചേട്ടനായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് എന്നോട് ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആരംഭിക്കണം. പക്ഷേ ഞാൻ അപ്പം നിലവിലുള്ള സ്ഥലത്ത് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയെങ്കിലും രാജ്യം നിൽക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് നടന്നില്ല. പിന്നീട് ഞാൻ അങ്ങനെ പല ചാനലുകൾക്ക് 1-2 മാസമൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഞാൻ നാരദ ന്യൂസ് ഈ മാത്യു സാമുവലിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് കയറിയിട്ട് ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ തെഹൽക്ക കാലഘട്ടം തൊട്ട് നമുക്കറിയുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഫേസ്ബുക്കിലൊരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ എൻ്റെ പേര് ഇന്നതാണ്, അപ്പം എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ മീറ്റ്. അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഫോണിൽ സംസാരിച്ചു. പിന്നീട് ഒരു ദിവസം അദ്ദേഹം നാരദ ന്യൂസിൻ്റെ ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 1-2 സാമ്പിൾ വീഡിയോസ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സാലറിയിൽ വേറെ ഒന്നും നോ പറയാതെ അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ജസ്ല മാടശ്ശേരിയുണ്ട്, പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടിയിട്ട് എന്നോട് പറഞ്ഞു, രാജൻ ഇനി തൊട്ട് ന്യൂസ് എഡിറ്റർ രാജനായിരിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ചീഫ് എഡിറ്റർ തൊട്ട് താഴെയുള്ള പോസ്റ്റിലേക്ക് എന്നെ ആക്കി. മാത്രമല്ല അവരുടെ എല്ലാം സ്റ്റോറികൾ, സബ് എഡിറ്റേഴ്സ് ഇവരെല്ലാം ചെയ്യുന്ന സ്റ്റോറികളെല്ലാം ഞാൻ സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രം എയർ ചെയ്താൽ മതി, സ്ക്രിപ്റ്റ് എന്നെ കാണിക്കണം എന്നൊക്കെയുള്ളത് വെച്ചു. അങ്ങനെ വളരെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന, വാക്കുകളിൽ വീഴ്ത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മാത്യു സാമുവലിനുണ്ടായിരുന്നു. മാത്യു സാമുവലിനെ സംബന്ധിച്ചിടത്തോളം മാത്യു സാമുവൽ ആരോടും ആത്മാർത്ഥതയില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്തൊരു മനുഷ്യനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ഒരാളോട്ടും നേരും സൂക്ഷിക്കാത്ത, അപ്പോൾ അങ്ങേയറ്റം സെൽഫിഷായിട്ടുള്ള വ്യക്തി. എല്ലാവരും സെൽഫിഷാണ്, പക്ഷേ എന്നാലും നമുക്ക് ആരോടെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ? ആരോടെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നവരെങ്കിലും നമ്മൾ തിരിച്ച് സ്നേഹിക്കില്ലേ? അപ്പോൾ അദ്ദേഹം ഒരു ഫേക്ക് ഇമേജാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം എന്നോടൊക്കെ പലപ്പോഴും പറയുമ്പോൾ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ മാതിരിയുള്ളതായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സ്മോക്ക് ചെയ്യും. ഞങ്ങൾ ഓഫീസിൽ എഡിറ്റോറിയൽ അവിടെ നിന്ന് ഇരുന്നിട്ട് ഞങ്ങൾ പഠിക്കില്ല. ഞങ്ങൾ ടെറസിൻ്റെ മേലെ കയറിയിരുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ 2-3 കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ടേബിളിൻ്റെ ചുറ്റും ഞങ്ങൾ ഇന്നും രാവിലെയും ഇടയ്ക്കും ഒക്കെ ഞങ്ങളവിടെ ഇരുന്ന് പല ഡിസ്കഷൻസ് നടത്തും. അങ്ങനെയാണ് ഈ ലൂസ് ടോക്ക് എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ആരംഭിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹം പല സ്റ്റോറികൾക്കും കണ്ടിട്ട് തരുമ്പോൾ അദ്ദേഹം എന്നോട് പ്രാവശ്യം പറഞ്ഞു, ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കാൻ വരുന്ന സമയത്ത്, അങ്ങനെ 2020 ഒരു പൊതുയോഗത്തിൽ കിഴക്കമ്പലത്ത് അദ്ദേഹം പറഞ്ഞു, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി, ആം ആദ്മി പാർട്ടിയിൽ 2020 ലയിക്കും, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഈ സാബു എം ജേക്കബ് വരും എന്ന രീതിയിൽ ഒരു സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു. മാത്രമല്ല സാബു എം ജേക്കബിന് ദില്ലിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആം ആദ്മി പാർട്ടി നോമിനേറ്റ് ചെയ്യും എന്നുകൂടി സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള സാധ്യതയില്ല എന്നുള്ളത് പറഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം സാബു എം ജേക്കബിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു കിറ്റെക്സിൽ. സാബു എം ജേക്കബിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് സാബു എം ജേക്കബിനോട് പൈസ ചോദിച്ചു. 1.5 കോടി രൂപയ്ക്ക് ചാനൽ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് പേരെ അങ്ങനെ ചാനലിൻ്റെ പേര് പറഞ്ഞ് കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായ കാര്യത്തിൽ ആളുകളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ തൻ്റെ പോക്കറ്റിലേക്ക് ആക്കാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ് മാത്യു സാമുവൽ. അദ്ദേഹം ഒരിക്കലും ആരോടും നീതി പുലർത്താത്ത, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാബു ജേക്കബ് പിന്നീട് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റോറി, ഞാനിത് ചെയ്തില്ല, അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല കോപ്പയെ, നീയാണോ
ഇതിൻ്റെ ചീഫ് എഡിറ്റർ, ഞാനാണോ ചീഫ് എഡിറ്റർ, ഞാൻ പറയുന്നത് നീ കേൾക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാനത് തിരിച്ചു തള്ളി എനിക്ക് എൻ്റെ വഴിക്ക് തന്നെ ചെയ്തിരുന്നത്. അതിനകത്ത് പിന്നെ വല്ലാതെ ഇടപെടാനും വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും ചെയ്യാൻ. ഇദ്ദേഹം പിന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു അവിടെ 2020 സ്ഥാനാർത്ഥി ജയിക്കും എന്ന ആംഗിളിൽ സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഈ സാബു എം ജേക്കബിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 2020 ജയിക്കില്ല. പിന്നെ 2020 ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് നല്ലത്. കാരണം 2020 സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയില്ല. പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഡൽഹിയിലെന്ന് കേസുണ്ട്, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയി. ഞാൻ ആ സമയത്ത് ഇവിടെ ഇരുന്ന് ഒരു ഡിസ്കഷൻ നടത്തി, പിന്നെ ഒരു ഡിബേറ്റ് പോലെ നടത്തിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ട് പിന്നെ തൃക്കാക്കരയിൽ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ഉമാ തോമസ് ജയിക്കുമെന്ന് പറഞ്ഞു. ആ സ്റ്റോറി കണ്ടിട്ട് പിന്നീട് ഉമാ തോമസിൻ്റെ മകൻ ഡോക്ടർ വിഷ്ണു എന്നെ വിളിച്ച് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് രാത്രി എന്നോട് പറഞ്ഞു, രാജേട്ടാ ടെൻഷനുണ്ട്, 22,000 ഒക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 22,000 കിട്ടുമെന്ന് എനിക്ക് എൻ്റെ ഒരു ഊഹം അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ജയിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ അമ്മയ്ക്ക് കിട്ടണം, അതാണ് അപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്ന സമയത്ത് 22,000 കവിഞ്ഞപ്പം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പക്ഷേ 25,000 മേളിൽ ഭൂരിപക്ഷം കിട്ടി. മാത്യു സാമുവൽ പറഞ്ഞത് കേട്ട് ഞാൻ സ്റ്റോറി ചെയ്തിരുന്നെങ്കിൽ ഞാനാകെ നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാവുമായിരുന്നു. കാരണം 2020 സ്ഥാനാർത്ഥി ജയിക്കുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ അജണ്ടകളുണ്ട്. ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ തെകൽക്കയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് BJP ആയിരുന്നു. ഇപ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരായിട്ടും ഒക്കെ നിരന്തരമായി സ്റ്റോറികൾ ചെയ്തിരുന്നു. അത് ക്ലച്ച് പിടിക്കുന്നില്ല, ഇപ്പുറത്തിന് പിന്നെ സാധ്യതയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇദ്ദേഹം BJP അനുകൂലിയായിട്ട് പിന്നീട് വരുന്നത്. അതിനിടയ്ക്ക് തന്നെ പിണറായി വിജയനെ വിശദീകരിച്ചുകൊണ്ടുള്ള കുറച്ച് സ്റ്റോറീസ് നാരദ ന്യൂസിൽ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പണ്ട് ചെയ്തിട്ടുണ്ട്, തെഹൽക്കയിലാകുമ്പോൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2022 കണഞ്ഞു ശ്രമിച്ചു. അത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ പിണറായി വിജയനെ പള്ളു പറയാൻ തുടങ്ങി. അത് കിട്ടാൻ വേണ്ടി രാജീവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി രാജീവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. രാജീവിനെ പുകഴ്ത്തി കുറേ ചെയ്തു. ഇൻ്റർവ്യൂവിനകത്ത് മുഴുവൻ പ്ലീസ് ചെയ്തിട്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൻ്റെ രീതിയേ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ രാജീവ് സംസ്ഥാന സെക്രട്ടറി ആവണം എന്ന രീതിയിലൊരു സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു. അതും പ്ലീസിങ്ങിനാണ്. ഇതൊക്കെ അത് മാത്രമല്ല പലരോടും പെയ്ഡ് ന്യൂസ് ചെയ്തിട്ടുണ്ട് മാത്യു സാമുവൽ. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിൻ്റെ CEO ആയിട്ടുള്ള ഹേമന്ത് രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജേർണലിസത്തിൻ്റെ ABCD ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്. അത് കുറച്ച് പൈസയുണ്ട്. ആ പാവത്തെ പറഞ്ഞ് പിന്നെ തൽക്കാലത്തേക്ക് നീ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബാക്കി ആ പൈസ ഞാൻ നിനക്ക് 2-3 മാസം കൊണ്ട് തിരിച്ചു തരാം, വേറെ ഇൻവെസ്റ്റേഴ്സ് വരുമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇയാളെ കൊണ്ട് 10-40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. സാധാരണഗതിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രീതിയിലല്ല, സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിരുന്നു. ഓഫീസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വളരെ എക്സ്പെൻസീവായിട്ടാണ്, ഒരുപാട് സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വില കൂടിയ ക്യാമറകൾ, എല്ലാ സാധനം ഇതെല്ലാം ഇയാൾ പിന്നെ ഇവിടുന്ന് ഈ നാരദ ഒരു ഘട്ടത്തിൽ പൂട്ടിക്കെട്ടുന്ന അവസ്ഥയെത്തി. അപ്പോൾ ഹേമന്ത് രാമകൃഷ്ണൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം പറയുന്നുണ്ട്. ഹേമന്തേട്ടനെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെതിരെ മാത്യു സാമുവലിന് പിന്നെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരിയാണ്, അങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഡിഫാമേഷൻ കേസ് വരും. പിന്നെ ഈ ആർമിയുടെ എക്യുപ്മെൻറ്റ്സും മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ല, ഒരു തരം വ്യഭിചാരമാണ് നടത്തിയത്, മാധ്യമ വ്യഭിചാരമാണ് നടത്തിയത്. കാരണം ഇദ്ദേഹം പിന്നെ ഹണി ട്രാപ്പിൽ ആൾക്കാരെ കൊടുക്കുന്ന രീതിയിൽ ഓരോരുത്തരും അങ്ങനെ രീതിയിൽ പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടും ഒക്കെ ഏഞ്ചൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയുമായിട്ടുള്ള സംസാരം എൻ്റെ അടുത്തുണ്ട്. അവരുടെ കുടുംബജീവിതം തകർന്നു പോയി, അവരെ മദ്യപിപ്പിക്കുക. അതാണ്. ഞാനും മാത്യു സാമുവൽ ഒരുമിച്ച് ഇരുന്ന് ഒരുപാട് ഞങ്ങൾ മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്, വളരെ നല്ല ബന്ധമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അകന്നു മാനസികമായിട്ട്. അങ്ങനെ നാരദ ന്യൂസ് പൊട്ടിക്കെട്ടിയപ്പോഴും എന്നോട് പറഞ്ഞു വേറെ എവിടെയും പോകരുത്, എനിക്ക് നിന്നെ മാത്രം മതി, നിന്നെയും വെച്ചിട്ട് എനിക്ക് പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു, വേറെ എവിടെയും ജോയിൻ ചെയ്യാതെ. പിന്നീട് ഇദ്ദേഹത്തിലൂടെ രണ്ടാമത്തെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. വേറെ ആരുമില്ല, ഞാനും ഇദ്ദേഹവും, പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾ, വീഡിയോ എഡിറ്റർ, പിന്നെ ഒരു പ്രൊഡക്ഷൻ, പിന്നെ കൺട്രോളർ, ഇത്രയും പേരെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. ഞാൻ പെട്ടെന്ന് നിർത്തി. കാരണം പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു. എല്ലാവർക്കും പൈസ കൊടുക്കാനുണ്ട്. എൻ്റെ പൈസ പിന്നീട് ഈ ഹേമന്ത് രാമകൃഷ്ണനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, രാജൻ ചിലപ്പോൾ 2 അടിച്ച് വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കും, അപ്പോൾ അതിന് നിൽക്കണ്ട, കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നീട് പിന്നെ എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തന്നു. ഏകദേശം 1 വർഷം ആവാനാകുമ്പോഴാണ് എനിക്ക് എൻ്റെ പൈസ തീർത്ത് കിട്ടുന്നത്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇദ്ദേഹം കാണാനൊക്കെ വന്നു. കാണാൻ വന്നിട്ട് ഇദ്ദേഹം കണ്ട് ഞാൻ കാണാൻ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം വന്നു. ഇദ്ദേഹം പിന്നെ കണ്ടു പോയിട്ട് ഒരു 5 പൈസ തന്നില്ല. എനിക്ക് പൈസ ഒരുപാട് തരാനുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ പൈസ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് അയച്ചു തന്നു. ഞാൻ പിന്നീട് അതിനിടയ്ക്ക് അദ്ദേഹം എന്നെ ആലുവയിലെ പിന്നെ വില്ലയിലേക്ക് വിളിക്കുകയും ഞങ്ങൾ നടക്കാൻ ഒരുമിച്ച് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ
വിനു വിജയൻ്റെ മേലെയാക്കി ഞാൻ നിന്നെ കാണിക്കും, ഷാജൻ സ്കറിയുടെ മേലെ ഞാൻ നിന്നെ നിർത്തും, നീ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം, പിന്നെ നീ എവിടെയെങ്കിലും പോയിട്ട് തല വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ആത്മാർത്ഥത ആ വാക്കുകൾക്കകത്ത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനകത്തുള്ള ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രീതി, ഭാര്യയും മക്കളെയും പിന്നെ തിരിഞ്ഞു നോക്കാൻ, എനിക്കൊരു കുഞ്ഞിനാണെങ്കിൽ സുഖമില്ലാത്തതാണ്, പക്ഷേ മക്കൾക്ക് വലിയ മക്കളുമായിട്ടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. ഇയാൾ ഡൽഹി പോയപ്പോൾ അവരെ ചിലപ്പോൾ കാണാൻ പോകാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. സ്വന്തം മാതാവിനോട് പോലും പിന്നെ സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റം എല്ലാം ഉണ്ടായിരുന്നത് വളരെ മോശമായ രീതിയിൽ, അതായത് മോശം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല, അവർക്ക് പിന്നെ അവരെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ചില വിഷ്വൽസൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ പലതായിട്ട് തന്നതാണ്. ഡ്രൈവറെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് അവൻ ഇയാളുടെ ചില വേണ്ടാത്തരം കണ്ടുപിടിക്കുകയും ഇയാളുടെ കൂടെ ഇപ്പോൾ ഉള്ളൊരു പാർട്ട്ണർ ലിവിങ് ടുഗദർ അതുണ്ടായിരുന്ന പാർട്ട്ണറെ അത് അറിയിക്കുകയും അങ്ങനെ അവരും ഇയാളും തമ്മിൽ അതിൻ്റെ പേരിൽ വർത്തമാനം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഡ്രൈവറുടെ ഭാര്യയെ വിളിച്ചിട്ട് ഈ ഡ്രൈവർക്ക് ഇവിടുത്തെ കുക്കുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് അവൻ്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കി. പക്ഷേ അതിനൊക്കെ അവർ സർവൈവ് ചെയ്തു. ഈ കുക്ക് പിന്നെ ഒരു നേപ്പാളിയായിരുന്നു. ആ സ്ത്രീയാണെങ്കിലും സാമ്പത്തികമായിട്ട് പറ്റിച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ടു. പൈസ അയച്ചു കൊടുത്തില്ല, അത് നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ പൈസയ്ക്ക് വരെ നക്കിത്തരം കാണിക്കുന്ന സ്വഭാവമുണ്ട്. ഈ 5000 രൂപയ്ക്ക് 7000 രൂപയ്ക്കൊക്കെ ജേർണലിസം ട്രെയിനികളായിട്ട് വന്നിട്ടുള്ള കുട്ടികളെ അവരുടെ പൈസ കൊടുത്തിട്ടില്ല. എൻ്റേത് തന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു, നിൻ്റെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഒഴിവാക്കുക ചെയ്തത്. പിന്നെ ഒരു എഡിറ്റർ കിരൺ എന്ന് പറയും, അവൻ പിന്നെ എന്നെപ്പോലെ എന്നെ പ്രശ്നമുണ്ടാക്കി, അവൻ്റെ പൈസ പിന്നെ കിട്ടി. അവനും പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരും, ഓഫീസിൽ വരും, വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മാത്യു സാമുവേൽ യാതൊരു എത്തിക്സ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഹേമന്ത് രാമകൃഷ്ണനോട് പറഞ്ഞത്, പിന്നെ അദ്ദേഹത്തെ ആം ആദ്മി പാർട്ടിയുടെ കേരള അധ്യക്ഷനാക്കാം, നിനക്ക് രാജ്യസഭ എം പി ആവണം, അങ്ങനെയൊക്കെ ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ ഇൻ്റർനാഷണൽ മീഡിയാസിന് വേണ്ടിയിട്ടും ചില സാധനങ്ങൾ കോളമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വെറുതെ പറയുക, ചുമ്മാ പറയുക. അയാൾക്ക് അങ്ങനത്തെ വലിയ കോൺടാക്ട്സ് ഒന്നുമില്ല. അദ്ദേഹം ദില്ലിയിൽ പോയി കെട്ടിക്കിടന്നു ഒരാഴ്ചയിലധികം അമിത്ഷായെ മീറ്റ് ചെയ്യാൻ. അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. BJPയുടെ നാഷണൽ ലീഡേഴ്സ് അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം BJP സന്തത സഹചാരി എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി സംഘികളെ പറ്റിക്കുക. അതുകൊണ്ട് ഇവരെ ഈ ചാണക സംഘികൾ എന്ന് വിളിക്കുന്നത്. കൃത്രിമമായ ഒരു ഇമേജ് സൃഷ്ടിക്കുകയെന്ന് കാസക്കാരും ഒക്കെ അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് ഇന്ന്. ഇദ്ദേഹം ഏത് സമയത്തും ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരദയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ ഇൻ്റർവ്യൂ കിട്ടാനും ആ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനും ശ്രമിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടിയെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അത് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ജിജി തോമസൺ അതിൽ പെട്ടു. അയാളുടെ പൈസ നന്നായിട്ട് മേടിച്ചു. ഇയാളെന്ന് വെച്ചാൽ ജേർണലിസത്തിൻ്റെ പേരിൽ ഓരോരുത്തരെ പെടുത്തുക, അത് കഴിഞ്ഞിട്ട് നല്ല എമൗണ്ട് മേടിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അത് ഒതുക്കി തീർക്കാൻ 10 പേർക്കെതിരായിട്ടുള്ള ടാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഓഡിയോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2 എണ്ണം റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് BJP ദേശീയ അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മണനെയൊക്കെ ട്രാപ്പിൽ കുടുക്കി 1 ലക്ഷം രൂപ മാത്രം ആ പാവം മേടിച്ച് അതിൻ്റെ എല്ലാ പദവിയും പോയി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അയാളുടേത് പുറത്തു വന്നതിന് ശേഷം ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ പിന്നെ വിഷ്വൽസും അല്ലെങ്കിൽ ഈ ഒളിക്യാമറയിൽ പെട്ട ആൾക്കാർ അപ്പം പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തയ്യാറായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്. പിന്നെ ഒരുപാട് ആൾക്കാരെ പിന്നെ തൃണമൂൽ കോൺഗ്രസുമായിട്ടൊരു കാലഘട്ടത്തിൽ നല്ല ബന്ധമായിരുന്നു. പിന്നെ മമതയുടെ പിന്നെ ഒരു MP ആയിട്ട് അങ്ങനെ അയാളുമായിട്ട് പിന്നെ ഉടക്കി, പിന്നെ ഇയാൾക്കെതിരെ കേസുകളൊക്കെ വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഡിഫാമേഷൻ മാനനഷ്ട കേസ് കൊടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അയാളെ കൊടുക്കാൻ നോക്കിയതാണ്. അതിൽ ഇയാൾക്കെതിരെയും തരുൺ തേജ്പാലിനെതിരെയും വിധി വന്നു. 1 കോടി രൂപ നൽകാൻ വേണ്ടിയിട്ട് ഇയാളുണ്ടാക്കി കൊടുക്കണം. ആ വിധി വന്നു. അതിന് സ്റ്റേ മേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. സുപ്രീം കോടതിയിലെ വിധി വന്നേ. പിന്നെ സിംഗിൾ ബെഞ്ചിൻ്റെയാണ് തോന്നുന്നത്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പിന്നെ വീണ്ടും അപ്പീൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് തട്ടിപ്പിൻ്റെ ഒരു ജേർണലിസം പ്രവർത്തനമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു മാഫിയ മൈൻഡുള്ള ഒരാളാണ്. ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ആരെയും എന്തും ചെയ്ത് കളയും, നശിപ്പിച്ച് കളയാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ നോക്കി. പിന്നീട് ഞാൻ അവിടെ നിന്ന് വിട്ടതിന് ശേഷം ഈ ആ വിഷയത്തിൽ ഇങ്ങനെ സ്റ്റോറി ചെയ്യും, മറ്റൊരാൾക്കെതിരെ ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ പഠിച്ചു. ഇയാളെ പെൺകുട്ടികളോട് വരെ വളരെ മോശമായിട്ട്, പിന്നെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെ വരെ വളരെ മിസ്യൂസ് ചെയ്യാനുള്ള ശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അദ്ദേഹം പറയുക, നിന്നെ ഞാൻ വിദേശത്ത് സ്കോളർഷിപ്പോട് കൂടി പഠിപ്പിക്കാം, എനിക്ക് പിന്നെ അമേരിക്കയിൽ ബന്ധമുണ്ട്, എനിക്ക് പിന്നെ ഇവിടെ ബന്ധമുണ്ട്, അവിടെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ഇദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ അതിൽ വിശ്വസിക്കുകയും ചെയ്യും. നല്ല ഫ്ലുവൻറ്റ് ഇംഗ്ലീഷാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും. പക്ഷേ മൊത്തത്തിൽ ഉഡായിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻ്റലിജൻറ്റ് ഫ്രോഡായ അതിനപ്പോൾ അപ്പുറം അദ്ദേഹം പിന്നെ ഒരു മാസ്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം കൃത്രിമമായി ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ കെണിയിൽ പ്രേക്ഷകർ വീട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ബുദ്ധി നിലവാരം ഒരു പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെയാണല്ലോ വിശ്വസിച്ചിരുന്നത്. പിന്നെ അണ്ടിയോടടുത്ത് മാങ്ങയുടെ പുളി അറിഞ്ഞപ്പോഴാണ് ഇതിൽ മാറ്റം വന്നത്. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം ഷാജൻ സ്കറിയയ്ക്ക് ഇതൊരു ബിസിനസ് കൂടിയാണ്, ഒക്കെയാണ്. പക്ഷേ ഡെഡിക്കേറ്റഡ് ആണ്.
വന്നിരുന്ന് എത്ര സ്റ്റോറി ഇരുന്ന് ചെയ്യുന്നറിയോ, അത് കഷ്ടപ്പെട്ട് നന്നായിട്ട് കഷ്ടപ്പെടും. പിന്നെ ബാക്കിയുള്ളവരൊന്നും റിലേ ചെയ്യില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് വന്ന് ഇത് ചെയ്യും, അത് കണ്ടുപോയിട്ട് കൃഷി പരിപാടി നടത്തും. മാത്രമല്ല ജേർണലിസത്തിനൊക്കെ പഠിച്ചതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. അതെന്നോട് വേറെ ഞങ്ങളെ പൊതു സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാഹിൻ സ്കറിയൊക്കെയുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാധ്യമസമ്മേളനോട് ഞാൻ പറയാറുണ്ടായിരുന്നു, പക്ഷേ നീ വേറെ വല്ലതും പറ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യും. ഷാഹിൻ സ്കറി അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയും. അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എഗ്രി ചെയ്യും. എൻ്റെ അടുത്തുള്ള തെറ്റുകൾ എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വിളിക്കാറൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിളിക്കാറില്ല, അപൂർവമായിട്ട് ഫോൺ ചെയ്യാറുള്ളൂ. പക്ഷേ അദ്ദേഹം വോയിസ് മെസ്സേജ് വിടും, രാജ ആ സ്റ്റോറി കുറച്ച് ഓവറാണത് ഒഴിവാക്കുന്നത് നല്ലതെന്നൊക്കെ പറയും. കാരണം നമ്മുടെ ഒരു വെൽവിഷർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യമില്ല. ഞാനത് കെണി പോയിട്ട് ചാടിക്കോട്ടെ, കുഴി പോയി ചാടിക്കോട്ടെ എന്ന് കരുതാം. പക്ഷേ അത് പിന്നെ ലീഗലി ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തതാണ്, അത് പിൻവലിക്കുക, അത് രാജൻ്റെ പിന്നെ ദോഷം ചെയ്യും അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ ഞാനത് കേൾക്കാറുമുണ്ട്, അനുസരിക്കാറുമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും കൂടി ഉള്ളതാണ് സൗഹൃദത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലാതെ പരസ്പരം പുകഴ്ത്തലല്ല. അങ്ങനെ പുകഴ്ത്തിയിട്ടുള്ളൊരു ബന്ധം ഷാഹിൻ ചേട്ടനും ഞാനും തമ്മിലില്ല. അതേസമയം മാത്യു സാമുവലിന് പുകഴ്ത്തി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ ഇങ്ങനെ പിന്നെ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും പലരെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ ഇല്ലെങ്കിൽ പറയും, ഇദ്ദേഹത്തിന് അവരുമായിട്ട് ബന്ധമുണ്ട് ഇവരുമായിട്ട് ബന്ധമുണ്ട്, ഒന്നുമില്ല, ഒരു ബന്ധമില്ല, പലരും അടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് ഒരുവിധം പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ അറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിൽ പറയുന്ന ഇതിൻ്റെ ആൾക്കാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളു തുറന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ അത് അദ്ദേഹത്തിന് അങ്ങനത്തെ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലരെയും അദ്ദേഹം പിന്നെ അവരെ ട്രാപ്പിലാക്കാനുള്ള ചില മെറ്റീരിയൽസ് കയ്യിൽ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊക്കെയാണ് പലതും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ജേർണലിസത്തിൻ്റെ വക്താവാണ് പിന്നെ മാത്യു സാമുവൽ. അത് അദ്ദേഹം മണി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയുള്ള ഈ ചാണക സംഖ്യകൾ എന്ന് പറയുന്ന, അതായത് BJP-ക്കാരെ മൊത്തമല്ല പറയുന്നത്, ചാണക സംഖ്യകൾ എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാളെ അങ്ങ് പൊക്കി എടുത്ത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ഷാഹിൻ സ്കറിയുടെ അത്ര സിൻസിയറല്ല മാത്യു സാമുവൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു മനുഷ്യനോട് നീതി പുലർത്താത്ത, 5000 രൂപയ്ക്കും 7000 രൂപയ്ക്കും വന്ന് ജേർണലിസ്റ്റ് ഒരു പാഷനായി മനസ്സിൽ കൊണ്ടുനടന്നതിൻ്റെ ഭാഗമായിട്ട് അവർ സ്വപ്നം എന്ന രീതിയിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ വന്ന കുട്ടികൾക്ക് ആ പൈസ പോലും കൊടുക്കാതെ, പിന്നെ ഹോസ്റ്റൽ വാടക കൊടുക്കാൻ കഴിയാതെ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഒരുപാട് പേരുടെ കണ്ണീരുണ്ട്. സ്വന്തം മക്കളോട് നീതി പുലർത്തിയിട്ടില്ല, സ്വന്തം ജോലിക്കാരെ പിന്നെ പൈസ കൊടുക്കാതെ പറ്റിച്ചു വിടുക, ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് ഇയാൾക്ക് കോടികളുടെ ആസ്തിയുണ്ട്, എന്നിട്ടാണ് ഈ ആർത്തി പിടിക്കുന്നത്. കയ്യിൽ പൈസ കൊടുത്തിട്ട് കള്ളു പോലും മേടിക്കില്ല, അത് ആരെങ്കിലും കൊണ്ട് മേടിപ്പിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി, അതാണ് അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വളരെ ഒരു പിന്നെ ഈ പഴയ കാലത്തെ അപ്പച്ചന്മാരമാരിലൊരു പിശുക്കൻ സ്വഭാവം അങ്ങനെയുണ്ട്. കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ടേ, ആർക്കും ഫ്രീ ആയിട്ടൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പണിയെടുപ്പിച്ച പൈസ അത് കൊടുക്കണ്ടേ. അങ്ങനെ അത് കൊടുക്കാതെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ അയാൾ? സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ധാർമ്മികതയെക്കുറിച്ചൊന്നും സംസാരിക്കാനൊരു അവകാശമില്ല. പിന്നെ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, ചാനലുകളാണ് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം പറയും, എന്നെ ഇന്നലെ മറ്റേ ആൾ വിളിച്ചു, എന്നോട് പ്രാവശ്യം പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലിരുന്ന് മദ്യപിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയോ പിന്നെ പാർലമെൻറ്റിനകത്തേക്ക് കിടക്കണമെങ്കിൽ തന്നെ എത്ര സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ടെന്നറിയോ? ഇയാൾ കുപ്പിയും കൊണ്ടുപോയി അവിടെ ഇരുന്ന് മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പൊട്ടന്മാരെ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേക്ഷകർക്കിടയിൽ അതൊക്കെ അങ്ങനത്തെ വലുപ്പത്തിലൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹം എന്ന് വെച്ചാൽ സ്വയം ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുത്തു ആളുകളുടെ മുമ്പിൽ. ഇദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അതിനാണ് പക്ഷേ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഉഡ്ഡായിപ്പിൻ്റെ ഒരാളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഷാഹിൻ സ്കറിയും മാത്യു സാമുവലും തമ്മിലുള്ള വിഷയത്തിൽ ഷാഹിൻ സ്കറിയോട് ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ധാർമ്മികമായി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നേരുന്നറിക്കകത്ത് താരതമ്യേന പിന്നെ മാത്യു സാമുവലിനേക്കാൾ ഫാർ ബെറ്ററാണ് ഷാഹിൻ സ്കറിയ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം ആരെയും പറ്റിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറയുന്നതിനകത്തൊക്കെ പിഴവൊക്കെ വരും, ചിലപ്പോൾ വസ്തുതാപരമായിട്ടുള്ള പിഴവ് വരും. അത് ഞാൻ ചെയ്യുന്ന സ്റ്റോറിക്കകത്തും വരും, അദ്ദേഹം ചെയ്യുന്ന സ്റ്റോറിക്കകത്ത് വരും, പ്രവചനങ്ങൾക്കകത്ത് പിഴവ് വരാം. അതൊക്കെ സ്വാഭാവികമാണ്. അത് ഏത് പത്രപ്രവർത്തകൻ ചെയ്താലും ഉണ്ടാവും, അത് ഏത് ചാനൽ ചെയ്താലും ഉണ്ടാവും. അത് മെയിൻ സ്ട്രീം മീഡിയാസ് ചെയ്യുമ്പോൾ വരെ ഉണ്ടാവുന്നുണ്ട്. പിന്നെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഏറ്റവും വലിയ ഏജൻസികളെ കൊണ്ട് സർവേ നടത്തിച്ചിട്ട് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിഴവുകൾ ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഒരാളുടെ കണ്ണീരിൻ്റെ നനവുള്ള ഒരു രൂപ പോലും ഷാഹിൻ സ്കറിയുടെ കയ്യിലില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അതേസമയം മാത്യു സാമുവൽ ഓരോ മനുഷ്യനെ അദ്ദേഹവുമായി അടുക്കുന്ന എല്ലാവരും എന്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 5-6 മാസത്തിനപ്പുറം അദ്ദേഹമായിട്ടുള്ള ബന്ധം തുടരുന്നില്ല.
അതിൻ്റെ കാരണം എന്താണ് എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് മാത്യു സാമുവൽ. അദ്ദേഹത്തെ കുറേ കാലമായിട്ട് കോൺടാക്ട് ചെയ്യാതെ പിന്നെ അദ്ദേഹത്തിന് പിന്നെ സ്ട്രോക്ക് വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളിച്ചിരുന്നു. അത് മാത്രമാണ് ഞാൻ പിന്നീട് വിളിച്ചത്. അത് അങ്ങനെ കാര്യം കേട്ടപ്പോൾ നമ്മളുമായിട്ട് ഒരുപാട് കാലം സൗഹൃദങ്ങൾ പങ്കിടുകയും ഒരുമിച്ച് ഒരുപാട് ചായ കുടിക്കുകയും ഒരുമിച്ച് മദ്യപിക്കുകയും ഒക്കെ ചെയ്തു തരുന്നൊരു വ്യക്തി എന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുതിർന്ന ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ഓർമ്മയുടെ ഭാഗമായിട്ട് സുഖമില്ലാതെ കേട്ടപ്പോൾ ഞാൻ വിളിച്ചതാണ്. അല്ലാതെ ഞാൻ വേറെ വിളിക്കാനൊന്നും പോയിട്ടില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഡിജിറ്റൽ രേഖകൾ എൻ്റെ അടുത്തുണ്ട്. ഒന്ന് ഞാനിനിയിപ്പോൾ അദ്ദേഹത്തെ കാരണം ഇങ്ങനെയുള്ള എത്രയോ ഫ്രോഡ് മനുഷ്യന്മാരുണ്ട്. എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഷായസ്കരി ഇദ്ദേഹം തമ്മിലുള്ള ഈ ക്ലാഷിനകത്ത് ഏകപക്ഷീയമായി ഇദ്ദേഹം വലിയ വീരകഥാപാത്രമാണ് എന്ന് കരുതി കൈയടിക്കുന്ന മന്ദബുദ്ധികളായ പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും മനസ്സിലേക്ക് ഒരു ഇത്തിരി വെളിച്ചം വീശാൻ എൻ്റെ വാക്കുകൾ ഉപകരിക്കുകയാണെങ്കിൽ അത് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ അടിയുറച്ച ബോധത്തോടെ പിന്നെ എനിക്ക് തികഞ്ഞ ബോധ്യത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഷാജസ്കറിയ മാത്യു സാമുവൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ചയുണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു തർക്കമുണ്ടാകുമ്പോൾ ഷാജസ്കറിയ എത്രയോ ഫാർ ബെറ്ററാണ്. എത്രയോ നീതിബോധമുണ്ട്, എത്രയോ മനുഷ്യത്വമുണ്ട്. ഒരു പണിക്കാരനൊരു പൈസ കൊടുക്കാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സമഗ്രാധിപത്യ സ്വഭാവമൊക്കെ ഉണ്ടാകും. അത് എനിക്കാണെങ്കിലും ഉണ്ടാവും, ആർക്കാണെങ്കിലും ഉണ്ടാവും. അവനവൻ്റെ പിന്നെ ഫീൽഡിൽ നമ്മൾക്ക് തന്നെ ഏറ്റവും തിളങ്ങി നിൽക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയും വാശിയൊക്കെ ഉണ്ടാകും. പക്ഷേ ജനാധിപത്യപരമായി വിമർശനങ്ങളെ കാണുന്ന ഒരാളാണ് ഷാജസ്കറിയ. മറ്റുള്ളവരെ അദ്ദേഹം എന്ന് വെച്ചാൽ വളഞ്ഞ വഴികൾ അധികം സ്വീകരിക്കാറില്ല. ഏറെക്കുറെ നേരെ പോകുന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ തമ്മിൽ തന്നെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാനുള്ള സ്പേസ് തരുന്ന ഒരാളാണ് മാത്യു സാമുവൽ. ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് നേതറ്റം വരെയും പോകും. അദ്ദേഹത്തിന് കൃത്രിമമായ ഇമേജ് സൃഷ്ടിക്കും. അദ്ദേഹം ആളുകളെ പറ്റിക്കുകയും വേറൊരാളെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്ത ആളാണ് മാത്യു സാമുവൽ എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.